നമസ്കാരം. ന്യൂസ് ട്രൂത്ത് മലയാളം വാർത്തയിലേക്ക് സ്വാഗതം. ട്രാൻസ്പോർട്ട് പെൻഷനേഴ്സ് വെൽഫെയർ അസോസിയേഷൻ TPWA സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തി. എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യം. അതുപോലെ തന്നെ നിയമസഭയിൽ ഈ അടുത്ത കാലത്ത് CPM-ന്റെ MLA ആയ ശ്രീ M. വിജിൻ ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം പെൻഷൻ എല്ലാ മാസവും കൃത്യസമയത്ത് സർക്കാർ നേരിട്ട് നൽകുക, പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കുക, 2017 മുതൽ തടഞ്ഞുവെച്ച ക്ഷാമാശ്വാസം കുടിശ്ശിക സഹിതം വിതരണം ചെയ്യുക, കഴിഞ്ഞ 6 വർഷമായി തടഞ്ഞുവെച്ച ഉത്സവ ഭത്ത കുടിശ്ശിക സഹിതം നൽകുക, 2022 ശേഷം വിരമിച്ച ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ പൂർണ്ണമായി വിതരണം ചെയ്യുക, പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകാൻ കളക്ഷനിൽ നിന്നും 10% മാറ്റിവെക്കണമെന്ന സുപ്രീം കോടതി ഉത്തരവ് അടിയന്തരമായി നടപ്പിലാക്കുക, പെൻഷൻകാരോടും ജീവനക്കാരോടുമുള്ള പ്രതികാര നടപടികൾ അവസാനിപ്പിച്ച് പൊതുഗതാഗത സംവിധാനം ശക്തിപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ മാർച്ചും ധർണയും M. വിൻസെന്റ് MLA ഉദ്ഘാടനം ചെയ്തു. സ്വകാര്യ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ആക്കി ഈ സർക്കാർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മന്ത്രി വന്ന ഉടൻ മന്ത്രി പറഞ്ഞത് സ്വകാര്യ ബസ്സുകളുമായി KSRTC മത്സര ഓട്ടം നടത്തേണ്ടതില്ല, അവർക്ക് യഥേഷ്ടം ഓടാൻ വിട്ടുകൊടുക്കുക, യാത്രക്കാരെ മുഴുവനും സ്വകാര്യ ബസ്സുകൾക്ക് വിട്ടുകൊടുക്കുക. ഇന്ന് ഞാനൊരു ദിവസം കോട്ടയം ബസ് സ്റ്റാൻഡിൽ പോയപ്പോ അവിടെ മന്ത്രിക്ക് വളരെ ബന്ധമുള്ള ഒരു സ്വകാര്യ ബസ് ഏജൻസിയുടെ തൊഴിലാളികൾ ജീവനക്കാർ KSRTC ഡിപ്പോയ്ക്കകത്ത് കയറി ആളെ വിളിച്ച് കയറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ? KSRTC ജീവനക്കാർ ഈ സ്വകാര്യ ബസ്സുകൾ നടത്തുന്ന മത്സരയോട്ടത്തിൽ അവരോട് ഓടി KSRTCക്ക് വേണ്ടി 1 2 രൂപ പെറുക്കി കൂട്ടിയിട്ടാണ് ഈ KSRTCക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ KSRTCയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി തന്നെ പറയുകയാണ് സ്വകാര്യ ബസ്സുകളുമായി മത്സരിക്കേണ്ടതില്ല എന്ന് പറയുന്ന സാഹചര്യം. സ്വകാര്യ ഉടമകൾക്ക് വേണ്ടി, സ്വകാര്യ ബസ് മുതലാളിമാർക്ക് വേണ്ടി വഴങ്ങിക്കൊടുക്കുന്ന ഈ സർക്കാർ പാവപ്പെട്ട തൊഴിലാളികൾക്ക് പെൻഷൻ കൃത്യമായി കൊടുക്കാൻ, അവരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ യഥാർത്ഥത്തിൽ തയ്യാറാകണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. തീരുമാനമെടുക്കുവാൻ, രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനമെടുക്കുവാൻ കഴിയുന്ന ഒരു സംവിധാനത്തിന്റെ മുന്നിലേക്ക് ഒരു സംഘടന എത്തിച്ചേരണമെന്നുള്ള ചിന്തയോടുകൂടിയാണ് ഇത് കടന്നു വന്നത്. ഇതിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം. അതിശക്തമായിട്ട് വരും ദിവസങ്ങളിൽ കേരളത്തിന്റെ അങ്ങോളം എല്ലാ യൂണിറ്റുകളും ശക്തിപ്പെടുത്തിക്കൊണ്ട് ഈ നെറികെട്ട ഭരണത്തിനെതിരെ പ്രതികരിക്കുവാൻ എല്ലാവരും മുന്നോട്ട് വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ